വർഷം സിനിമയിൽ അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചെടുക്കുന്ന രംഗത്തിൽ അദ്ദേഹം സ്റ്റെയർസ് ഇറങ്ങി വരുന്നൊരു സീനുണ്ട്. അതിൽ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇർഷാദിക്കയുടെ ഷോൾഡറിൽ വന്ന് കിടന്ന് കരയുന്നത്. അങ്ങനെ അൺപ്ലാൻഡ് ആയിട്ടുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് എന്താണ് ആ മൊമെൻറ്റിൽ ഒരു ഫീൽ ചെയ്ത് എന്തായിരുന്നു? ഷോർട്ടിൽ പറയാത്തൊരു സാധനമായിരുന്നല്ലോ സ്റ്റെപ്പ് ഇറങ്ങി. ഞാൻ പോയി പുള്ളി സിഗരറ്റ് വലിക്കുന്ന സമയത്ത് ഞാൻ പോയി പറയുന്നുണ്ട് ബോഡി വന്നു എന്നുള്ളത് പറയുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇറങ്ങി ഇങ്ങനെ സ്റ്റെപ്പിൻ്റെ അവിടെ നിൽക്കുന്നു, പുള്ളി ഇറങ്ങി വരുന്നു, ബോഡി കാണാൻ പോകുന്നു എന്നുള്ളത് മാത്രമാണ് ഡയറക്റ്റ്. അപ്പോൾ വൈഡ് വെച്ചിട്ടുണ്ട്. പുള്ളി ഇറങ്ങി വന്ന് അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും ആ സ്റ്റെയർ കേസിൻ്റെ അവിടേക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ പുള്ളി വന്നിട്ട് കെട്ടിപ്പിടുത്തായിരുന്നു. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സാധനം. അപ്പോൾ ആ സമയത്ത് എന്നിലെ നടനുള്ള ഞാൻ ആ സമയത്ത് അഭിനയിക്കുകയായിരുന്നു. ഞാൻ സത്യസന്ധമായിട്ട് പറയാം, എനിക്ക് ആ ഇമോഷൻസൊക്കെ ശരിക്കും വർക്കായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കുമ്പോഴേ എൻ്റെ ഫേസിലും സങ്കടമൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ എൻ്റെ ഉള്ളിലുള്ള ഫീൽ എന്ന് വെച്ചാൽ എന്നെ വേർപ്പ് ഉണക്കുന്നുണ്ടാവോ എന്നുള്ളതായിരുന്നു എൻ്റെ പേടി. അതായത് ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ നമുക്ക് വന്ന് അയ്യോ, അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ മമ്മൂക്കാടെ പോലെ ഒരാൾ നമ്മളെ കെട്ടിപ്പിടിക്കുന്നു. ഞാൻ ഓക്കെ, ആ സീനോട് ഞാൻ നീതി പുലർത്തിയിട്ടുണ്ടെന്നാണ് ആ സീൻ കാണുമ്പോഴൊക്കെ മനസ്സിലാവുന്നത്. പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള പ്രശ്നം അതായിരുന്നു. അപ്പോൾ വളരെ തോട്ട്ഫുൾ ആയിരുന്നു അല്ലേ? അഭിനയിക്കായിരുന്നില്ല, ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഞാനെപ്പോഴും പറയും, നടന്മാർ അഭിനയിക്കുക എന്നുള്ളത് ചുമ്മാ പറയണതാ. അത് അഭിനയിക്കുന്നല്ല, അഭിനയിക്കുന്നല്ല, ജീവിക്കുക എന്നൊക്കെ ചുമ്മാ പറയണതാ. അഭിനയിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ.